എങ്ങോട്ടാ? ഞങ്ങളൊരു സിനിമയുടെ ഓഡീഷൻ ഉണ്ട്. അപ്പൊ സിനിമയുടെ ഓഡീഷന് വേണ്ടി പോവാ. ഓ, സിനിമയിലൊക്കെ ആയല്ലേ? ഈ സിനിമ എന്ന് പറഞ്ഞായിരിക്കും ഞങ്ങള്. ഓ, അത് ശരി. ഇതന്നെ രാവിലെ 8 1 കിലോ ചിക്കൻ മേടിക്കാൻ വന്നതാ. ഏറ്റവും ചിക്കൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ. എടാ പൊട്ട, അവൻ നിന്നെ ആക്കിയതാടാ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അങ്ങോട്ട് മാറി തന്നെ സംസാരിച്ചു. അല്ല, മുഖം നോക്കി ഫലം പറയും. 50 രൂപ വന്നാൽ മതി. 10 രൂപ ഞങ്ങൾ അങ്ങോട്ട് തരാം. താനൊരു പഴവും പറയണ്ട. അയ്യോ, അങ്ങനെ പറയരുത് കേട്ടോ. കേട്ടാ നിങ്ങൾ എവിടെയൊക്കെ നല്ല പരിചയമുണ്ടല്ലേ? ചേട്ടാ, ഞങ്ങൾ ഈ കോമഡി പരിപാടികൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. ജിനു കോട്ടയം, ഇത് അനീഷ് കാവൽ. ഞാൻ ഇതൊന്നും കാണത്തില്ല കേട്ടോ. അല്ല, അങ്ങനെ പോകരുത് കേട്ടോ. കാരണം നിങ്ങളെ തിരക്ക് ഒരു വലിയ ഭാഗ്യം ഇവിടുന്ന് അന്വേഷിച്ച് വരുന്നുണ്ട്. അത് തട്ടി തെറിപ്പിക്കണ്ടെങ്കിൽ പൊക്കോ. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആ, ഹലോ. എത്തിയോ? ഫസ്റ്റ് ക്ലാസ്സിൽ എത്തിയോ? ശരി. ആ പുള്ളിക്ക് റൂം കൊടുത്തരേ. പുള്ളി ഓക്കെ ആണെന്നിട്ട് എഗ്രിമെന്റ് ചെയ്തേരെ. കുഞ്ചാക്കോ പോവനാ? പിന്നെ കുഞ്ചാക്കോ പോവനെ ശ്രദ്ധിക്കണം. പാട്ടിട്ട് കൊടുത്ത് ഡാൻസ് കറക്റ്റാണോ നോക്കണം. കൂളിംഗ് ക്ലാസ് വെക്കാൻ പറയണം. 2 ഓക്കെ ആണെങ്കിൽ സെറ്റ് ചെയ്തേരെ. വേണ്ട, നാക്ക് കള്ളം പറയത്തില്ല. നിങ്ങളെ തേടി വന്ന ഭാഗ്യമാണ് ആ നിൽക്കുന്നത്. സമയം കളയാതെ ദക്ഷിണ വെച്ചിട്ട് പോയി അവസരം ചോദിച്ചില്ലേ ചെല്ലേ. 50 രൂപ വണ്ടിക്കൂലിയുടെ പൈസ. 50 രൂപ എടുത്തിട്ട് ബാക്കി 450 എനിക്ക് തരണം. അതൊക്കെ ഞാൻ ഇവിടെ ഇരിക്കില്ല. നിങ്ങൾ ചാൻസ് ചെയ്തിട്ട് ചെല്ലേ. 2 ഓക്കെ ആണെങ്കിൽ സെറ്റ് ചെയ്തേരെ. സാറേ ഒരു കാര്യം പറയ. ഞങ്ങൾ 10-22 വർഷമായിട്ട് മിമിക്രി കലാകാരന്മാർ. ഞങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹം. അയ്യോ, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹം. ഞാൻ 10-15 കൊല്ലമായിട്ട് മിമിക്രി അവതരിപ്പിക്കുകയാണ്. അല്ല, സാറിപ്പോ കുഞ്ചാക്കോ ബോബന്റെ ഭഗത് ബാസിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. അതെന്റെ ട്രൂപ്പിലെ 2 ഫിഗർ ചെയ്യാൻ പയ്യന്മാർ വന്ന് അവരെ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്ന കാര്യം പറഞ്ഞത്. ഏത് ഗ്രൂപ്പ്? തിരുവനന്തപുരം മാഗ്നറ്റോ ഉത്സവമേളം കേട്ടിട്ടില്ലേ? അപ്പൊ നമുക്ക് നല്ല കാലം വരുമെന്ന് പറഞ്ഞു ആ പുള്ളിയോ. Yeah.